തണുപ്പിൻ്റെ ആ ഒരു കാഠിന്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇത് കണ്ടോ, എന്താ പൊന്നോ, വിറച്ചിട്ട് എല്ലാവരും എന്ത് എത്ര സെറ്റർ അതിൻ്റെ മേളിൽ. നമ്മളൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചതാണ്ടേ, മാറ്റൊക്കെ വിരിച്ച് ഇവിടെ എല്ലാം നല്ല അടിപൊളി നടപ്രഥമൻ നമ്മുടെ മിനിമോള് വിളമ്പുകയാണ്. അങ്ങനെ അൽബഹയിൽ പുതിയൊരു കാഴ്ച കാണാനായിട്ട് വീണ്ടും ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. സമയം ഏകദേശം 6:15. അപ്പം നമ്മളിപ്പം പോകുന്നത് അൽ റഹദാൻ പാർക്കിലോട്ടാണ്. അതിനുള്ള നോക്കിയേ, അൽ റഹദാൻ പാർക്ക് എൻട്രൻസ് 2 നമ്മളിപ്പം ഇതിലേക്കൂടാണ് ഉള്ളിലോട്ട് കയറുന്നത്. അപ്പോൾ ഈ പാർക്കിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്കങ്ങനെ കാണാം. കണ്ടോ, അതിൻ്റെ എൻട്രൻസ് അങ്ങനെ എവിടെയുണ്ട്, സെക്യൂരിറ്റിയും പോലീസും ഒന്നും വേണ്ട, എല്ലാ സെറ്റപ്പോടു കൂടിയാണ് നമ്മളെ വരവേൽക്കുന്നത്. ഇപ്പോൾ ഇന്നേതായാലും വലിയ തിരക്കില്ല, അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. ഇന്ന് വലിയ തിരക്ക് നമുക്ക് ഇവിടെ ഇല്ല. സാധാരണ ഇതുപോലത്തെ ഹോളിഡേയ്സിലൊക്കെ നമ്മളിവിടെ വരുമ്പോൾ ഭയങ്കര തിരക്കാണ്. എന്നാൽ ഇന്ന് വലിയ തിരക്കില്ലാതെ നമുക്ക് റഹദാൻ പാർക്കിൽ, എനിക്കൊന്ന് ആദ്യമായിട്ട് തന്നെയാണ് ഇത്രയും തിരക്കില്ലാതെ ഞങ്ങൾ ഈ ഒരു പാർക്കിനകത്ത് വരുന്നത്. കാരണം മണിക്കൂറുകൾ ഇങ്ങനെ ക്യൂവിൽ നിന്നാണ് ഈ ഒരു പാർക്കിൽ കയറുന്നത്. അപ്പം റഹദാൻ പാർക്കിൻ്റെ കാഴ്ചകൾ നമുക്ക് അങ്ങനെ കാണാം. അതുകൊണ്ട് റഹദാൻ പാർക്കിലോട്ട് ഇരിക്കാനും കിടക്കാനുമായിട്ടുള്ള കട്ടിലും മെത്തയൊക്കെ എടുത്തുകൊണ്ടാണ് എല്ലാവരും വരുന്നത്. അലീന തലോണ വരെ എടുത്തിട്ടുണ്ടോ, തകർത്തു. അപ്പോൾ റഹദാൻ പാർക്ക് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഫോറസ്റ്റ് പാർക്കെന്നും ഇത് അറിയപ്പെടും. ഫുള്ള് ഇത് കണ്ടോ, നല്ല അടിപൊളി കാടാണ്. കുറച്ചെടുത്താൽ മതി. അപ്പം വെള്ളമൊക്കെ അങ്ങനെ ടിനു എടുക്കുകയാണ്. ഇതാണ്ട് ഈ ഒരു രീതി, നല്ല ഒറിജിനൽ പുല്ലും, ആർട്ടിഫിഷ്യൽ പുല്ലൊന്നുമല്ല, ഒറിജിനൽ പുല്ലും മരങ്ങളുമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു പാർക്കാണ് ഈ റഹദാൻ പാർക്ക്. ഇത് കണ്ടോ, അതിങ്ങനെ കിലോമീറ്ററുകൾ കിടക്കുക. നമ്മളങ്ങനെ ഇഷ്ടമുള്ളിടത്ത് പോയി ഇരിക്കുകയോ അല്ലെങ്കിൽ കബാബൊക്കെ ചുടുകയോ എന്ത് ചെയ്യാം. ഈ റഹദാൻ പാർക്കിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങളെല്ലാം ഒരു സൈഡിൽ എവിടെയെങ്കിലും പോയി ഒന്ന് തമ്പടിക്കാനായിട്ട് പോവാണ്. നമ്മളൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചതാണ്ടേ, മാറ്റൊക്കെ വിരിച്ച് ഇവിടെ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ സെറ്റപ്പായിട്ടുണ്ട്. ടിനു അങ്ങനെ ആദ്യം സ്ഥലം പിടിച്ചു. തണുപ്പിൻ്റെ ആ ഒരു കാഠിന്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇത് കണ്ടോ, എന്താ പൊന്നോ, വിറച്ചിട്ട് എല്ലാവരും എന്ത് എത്ര സെറ്റർ അതിൻ്റെ മേളിൽ കണ്ടോ. ഇങ്ങോട്ട് നോക്കി, ഇതാണ് കാഴ്ച, ഇതാണ് കാഴ്ച. കണ്ടോ, തണുത്ത് വിറച്ചെല്ലാവരും ഇരിക്കുക. അപ്പം ഞാൻ മാത്രമാണ് ഇവിടുത്തെ നോക്കിക്കേ, കണ്ടാ, ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കണ്ടതാ. നീ ഐസ്ക്രീം മേടിച്ച് തിന്നോ, അതാണ് ഇവിടുത്തെ. കുറച്ചു നേരം കഴിയുമ്പോ പവനായി ശവമാകും. അവിടെ ഒരാൾ ഇതാണ്ട് മാണ്ട് കിടന്നുറങ്ങുന്നു, അത് ഫ്ലാറ്റായി. നല്ല അടിപൊളി നടപ്രഥമൻ നമ്മുടെ മിനിമോള് വിളമ്പുകയാണ്. നേരത്തെ നടപ്രഥമൻ കുടിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ. എവിടെ നിന്നാണെന്നൊന്നും ചോദിക്കരുതില്ലേ, നമ്മുടെ അൽബഹ അച്ചാൻ സെറ്റാക്കി തന്നതാണ്. നല്ല അൽബഹ അച്ചാൻ, അതാണ് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ നമ്മൾ റഹദാൻ പാർക്കിൻ്റെ ഒരു എൻട്രി വന്നിട്ട് നമ്മളിത് ഉണ്ട് അങ്ങനെ നമ്മുടെ റോഡിൻ്റെ വ്യൂ, നമ്മൾ കയറി വന്ന ചുരത്തിൻ്റെ വ്യൂ അങ്ങനെ കാണുകയാണ്. കണ്ടോ, ലൈറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കാണാം. അപ്പോഴാണ് ഇതാ അതിൻ്റെ മേളിലുള്ള അവിടെയും ചെന്ന് നമുക്ക് ഈ ഒരു വ്യൂ കാണാം. അപ്പം ചുരത്തിൻ്റെ കാഴ്ച കാണണമെങ്കിൽ ഈ റഹദാൻ പാർക്കിൻ്റെ ഈ ലാസ്റ്റ് എൻഡ് വന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം തന്നെ ഏതാണ്ട് തുടങ്ങി നമ്മുടെ പെരുന്നാളിൻ്റെ വെടിക്കെട്ട്. ഈ വെടിക്കെട്ട് നമുക്കൊന്ന് സൗണ്ടോടുകൂടി ഒന്ന് ആസ്വദിക്കാം.
കഴിയുമ്പോ കഴിയും വെറുതെ